നിത്യപുരോഹിതനായ നിന്റെ പൗരോഹിത്യം എൻ്റെ ബലഹീനതകളാൽ ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി കുറവും വീഴ്ചയും വന്നിട്ടുണ്ട്. ഇന്ന് അങ്ങയുടെ തിരുവചനം അങ്ങയുടെ ആളുകൾക്ക് പകരം അങ്ങയുടെ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ എൻ്റെ ബുദ്ധിയും എൻ്റെ അറിവും എൻ്റെ കഴിവും ഇവിടെ പകർന്നിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാൽ എൻ്റെ പ്രാണനാഥനെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെങ്കിലേക്ക് പകരണമേ, ഈ സമൂഹത്തിലേക്ക് പകരണമേ. പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയെ ഈ മക്കളെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. ശരീരത്തിൽ രോഗം ബാധിച്ച് ഭാരപ്പെട്ട് കിടക്കുന്ന മക്കൾ ഒരുപക്ഷെ ഇതിനകത്തുണ്ടാകാം. വിവിധങ്ങളായ മനോഭാരങ്ങളാൽ ഹൃദയം തുറങ്ങിക്കിടക്കുന്നവരുണ്ടാകാം. ചില പാപങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയാതെ പാപത്താൽ ഞെരുങ്ങി കിടക്കുന്ന മക്കളുണ്ടാകാം. ഒന്നടിയങ്ങൾക്കറിയാം, ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ അവിടുത്തെ തിരുരക്തത്താൽ അവിടുന്ന് ഞങ്ങളുടെ സകല പാപവും കഴുകുന്നവരാണല്ലോ. ദൈവിക സന്തോഷവും സ്വർഗീയ സമാധാനവും പകരണം. അടിയങ്ങളെ അനുഗ്രഹിക്കണപ്പാ. ഇത് വിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുന്നു. അവിശുദ്ധന് കൊടുത്ത ആത്മാവിന്റെ ഇരട്ടി ശക്തി എലീശ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി ശക്തി പോലെ എന്തോ പകർന്ന ആത്മാവിന്റെ ഇരട്ടി ശക്തി നൽകി അവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ശുശ്രൂഷയ്ക്ക് ചുറ്റും ദൂതന്മാർ കാവൽ നിൽക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കൺവെൻഷൻ പ്രസംഗം പോലെ ദയവേത് നിങ്ങളത് ശ്രദ്ധിക്കരുത്. പകരം നമ്മളൊരു കുറഞ്ഞ സമയം ലളിതമായ ഒരു കാര്യം ഒന്ന് ധ്യാനിക്കുകയാണ്. എനിക്കൊരു ബലഹീനതയുണ്ട്. ഞാൻ ചോദ്യം ചോദിക്കുമ്പം ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്നോർത്ത് വിഷമിക്കണ്ട. ഉത്തരം ഞാൻ തന്നെ പറഞ്ഞോളാം. കാരണം ഈ തൂത്തുകുട്ടിയിൽ ഞാൻ തിരുമേൻ്റെ കൂടെ നിന്നുകൊണ്ട് ചോദ്യം ചോദിച്ച് അങ്ങനെ അറിയുള്ളൂ. അതുകൊണ്ട് ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന് ആരും വിഷമിക്കണ്ട. ഞാൻ തന്നെ പറയാം. അറിയുന്നത് നിങ്ങളും പറയാം. ചോദ്യം ഇതാണ്: നിങ്ങൾ വിശ്വാസമുള്ളവരാണോ? ഇയാൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ഈ വൈകുന്നേര സമയത്ത് വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങളിവിടെ വന്നത്? അല്ല, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? എന്താ ഇപ്പോൾ വിശ്വസിക്കേണ്ടത്? എൻ്റെ ചോദ്യം ഇതാണ്: ദൈവം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിനൊക്കെ ഉത്തരം പറയണം. ഉണ്ട്. എത്ര ദൈവം? എന്നെ കണ്ട ഭയങ്കര ഭീകരനെ പോലെ തോന്നുന്നു. മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണമെന്ന് തോന്നുന്നു. സത്യത്തിൽ വലിയ പ്രശ്നമുള്ള ആളല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര ദൈവം? ഒരു ദൈവം. ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു. സൗണ്ട് കൂടും. ഞാനിച്ചിരി പ്രശ്നക്കാരനാണ്. സൗണ്ട് കുറച്ച് സംഭവം എത്രയേ ഉള്ളൂ. കുറച്ച് ഏക ദൈവം. ചോദ്യം ഇതാണ്: ഏക ദൈവത്തിൽ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷപ്പെടുമോ? ഉറപ്പാണോ? വായിക്കും. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാം തിരുവചനം. വേദോസ്തമുണ്ടോ? എന്നെ കാണാൻ വന്നതാ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാം തിരുവചനം. എന്താ വചനം? യാക്കോബ് 2:19. യാക്കോബ് എവിടെയെന്ന് തപ്പാണ്? ഉൽപ്പത്തി തൊട്ടല്ലേ? ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഗുഡ്, നല്ലത്. അടുത്ത വാക്കെന്താ അറിയോ? പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. മതി. അടുത്തുകൂടെ വായിച്ചേ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും കേട്ടെ. എന്നു കേട്ടെ. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? നല്ലത്. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, അവർ വിറയ്ക്കുകയും ചെയ്യുന്നു. നമുക്ക് ദൈവ ഏകനെന്ന് പറയുമ്പോൾ പോലെ പേടിയും വരുന്നുണ്ടോ? ആ ദൈവ ഏകനാണെന്ന് പറയും. പിശാചിനും പറഞ്ഞിട്ട് വിറയ്ക്കും കൂടെ ചെയ്യും. അപ്പൊ ആരാ ബെറ്റർ? നമ്മളൊക്കെ ബെറ്റർ ആരാണ്? പിശാചിന് കുറച്ചും കൂടെ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നു, അത് കേട്ട് വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ ചോദ്യം, എന്നിട്ട് എന്താ പിശാച് ഇപ്പോഴും പൈശാചിക അവസ്ഥയിൽ തന്നെ നിൽക്കുന്നത്? ഇച്ചിരി മുമ്പ് നമ്മളെ പറഞ്ഞ ദൈവം ഏകനെന്ന് വിശ്വസിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഈ പുസ്തകത്തിൽ യാക്കോബിൽ എഴുതിയിരിക്കുകയാണ്, ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നത് നല്ലത് തന്നെ.
പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു, വിറക്കുകയും ചെയ്യുന്നു. സ്റ്റിൽ നൗ പിശാച് ഇപ്പോഴും പിശാച് തന്നെയാണ്. എന്തേ പിശാചിന് മാറ്റം വരാത്തത്? അപ്പൊ ഒരു കുഴപ്പം. എന്താ കുഴപ്പം അറിയോ? പിശാച് ദൈവമേഖലാണെന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിലും ആ വിശ്വാസത്തിന് ഒരു കുഴപ്പമുണ്ട്. യാക്കോബ് 2:17. യാക്കോബ് 2:17. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതായ സ്വതവേ നിർജീവമാണ് വിശ്വാസം. വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ പിശാചിന്റെ വിശ്വാസത്തിന് ഒരു കുഴപ്പമുണ്ട്, അത് നിർജീവമാണ്. അതാണ് ഹെബ്രായ ലേഖനം 10 പറയുന്നത്, നിർജീവ പ്രവൃത്തികളിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണ് നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞത്? മലയാളം അറിയില്ലേ? നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത പ്രവൃത്തി. ജീവനില്ലാതെ എങ്ങനെ പ്രവർത്തിക്കും? ഇപ്പോൾ ചോദ്യം തന്നെ ചോദിക്കാൻ വന്നിരിക്കണമല്ലോ. ജീവനില്ലാതെ എങ്ങനെ പ്രവർത്തിക്കും? എന്താണ് ഈ ജീവനില്ലാത്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ? എന്താ ജീവൻ? ജീവൻ എന്താണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആരിൽ? യേശുവിൽ. അപ്പൊ ആരാ ജീവൻ? യേശു. യേശു ഇല്ലാത്ത പ്രവൃത്തി മനസ്സിലാണോ? ശരി പാടാണോ? യേശു ഇല്ലാത്ത പ്രവൃത്തി നിർജീവ പ്രവൃത്തി. ജീവനില്ലാത്ത പ്രവൃത്തി യേശു ഇല്ലാത്ത പ്രവൃത്തി. ജീവനുള്ള പ്രവൃത്തി വേണം. അതുകൊണ്ടാണ് യാക്കോബ് 2:26 ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. ഇപ്പൊ വിശ്വാസത്തിന് ഒരു പ്രശ്നമുണ്ട്. വിശ്വാസം ചത്ത വിശ്വാസമുണ്ട്, ജീവനുള്ള വിശ്വാസമുണ്ട്. 2 ടൈപ്പ് വിശ്വാസം. ചത്ത വിശ്വാസമുണ്ട്, ദൈവമേഖലാണെന്ന് വിശ്വസിക്കുന്നത് നല്ലത് തന്നെ, അത് ചത്തതുമാകും ജീവനുള്ളതുമാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം ചത്തുപോകാതിരിക്കാനാണ് എൽദോമാർ ബസേലിയോസ് ബാവ എഴുന്നള്ളി വന്നത്. വിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ശരി, എങ്ങനെയാണ് ഈ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അപ്പൊ ഞാൻ ഈ വിശ്വാസത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്ന് വിശ്വാസം, ജീവനുള്ള വിശ്വാസമുണ്ട്, ചത്ത വിശ്വാസമുണ്ട്. ഈ വിശ്വാസത്തിൽ തന്നെ ഈ പുസ്തകം പരിശോധിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. വിശ്വസിച്ചാൽ അതുപോലെ സംഭവിക്കും, വിശ്വസിക്കുന്ന രക്ഷ പ്രാപിക്കും, വിശ്വസിച്ചാൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കും, വിശ്വാസിക്കൊന്നും അസാധ്യമല്ല, ഇങ്ങനെയൊക്കെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ അല്പസമയം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തെ യേശു ക്രിസ്തു വിസ്തരിച്ചിരിക്കുന്ന ചില മേഖലകളുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ ഒരൊറ്റ വായനയിൽ എനിക്ക് തോന്നിയത് 5 ടൈപ്പ് വിശ്വാസത്തെ യേശു പരിചയപ്പെടുത്തുന്നുണ്ട്. എത്ര? പിള്ളേരൊന്നും ഇല്ലേ? മുതിർന്ന ആളുകൾ മാത്രമല്ല. അങ്ങനെയാണോ? പ്രായപൂർത്തിയാർക്ക് മാത്രമുള്ള ഞാൻ അങ്ങനെ വല്ലതാണോ? അതെ, 5 ടൈപ്പ് വിശ്വാസം. ശരി, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം, അതിനകത്ത് 5 തരം വിശ്വാസങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ക്ലാസ് എടുത്ത അത്ര ആഴത്തിൽ എനിക്ക് അറിയാൻ പറ്റും. എങ്കിലും ഞാൻ ഈ അടുത്ത ദിവസം ഒരു സ്ഥലത്ത് എടുത്തതാണ്, ആദ്യമായിട്ട് നന്നായിട്ടൊന്ന് എടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആദ്യമായിട്ട് ഈ മേഖല കൈകാര്യം ചെയ്യുമ്പോൾ 2 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. അപ്പൊ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആദ്യം വിചാരിച്ചു, അറിയാവുന്ന നല്ലൊരു സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ 2 പ്രാവശ്യം ഇല്ല, അറിയാവുന്ന ഒരു കാര്യം ഇപ്പം ഇവിടെ ഞാൻ പ്രസംഗിക്കാത്ത പല പ്രസംഗം എനിക്കറിയാം. അപ്പൊ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ കഴിയുമ്പോൾ പറയും, പ്രസംഗം കൊള്ളായിരുന്നു കിട്ടുമെന്ന് പറയും. അപ്പൊ ആർക്കും മഹത്വം ഉണ്ടാവും, എനിക്കൊരു മഹത്വം ഉണ്ടാവും. അച്ഛൻ്റെ പ്രസംഗം കൊള്ളാം, അതുകൊണ്ട് കർത്താവിന് വലിയ ഗുണമുണ്ടോ? കർത്താവിന് ഒരു ഗുണമില്ല. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, ഇത് പറ. അപ്പൊ ഇത് പറയുമ്പോൾ പ്രശ്നമൊക്കെ വരും. പ്രശ്നം വന്നാലും നിങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ല. എനിക്കിവിടുത്തെ വഴിയൊന്നും അറിയാൻ പറ്റില്ല. നാട്ടിലേക്കാണെങ്കിൽ ഊടുവഴി കൂടെയാണെങ്കിൽ രക്ഷപ്പെടായിരുന്നു. അപ്പം അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഒരു 4-5 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് നമുക്കൊന്ന് മുന്നോട്ട് പോകാം. 16-ാം അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പം യേശു പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. 1, പൈശാചിക വിശ്വാസം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. എന്താണ് വിശ്വാസത്തെ കുറിച്ചുള്ള ചില മേഖലകൾ യേശു പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം എത്ര അധ്യായം ഞാൻ പറഞ്ഞു? 16. കേട്ടോളാം. 16-ാം അധ്യായത്തിന്റെ 4-ാം തിരുവചനം ആദ്യത്തെ ഒരു ടൈപ്പ് വിശ്വാസികളെ പരിചയപ്പെടുത്തുന്നത്. ഇത് വിശ്വാസികളുടെ ഇടയിലുള്ള വിശ്വാസികളാണ്. പല ടൈപ്പ് വിശ്വാസികളുണ്ട്. അവിശ്വാസികൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വേറെ ഉണ്ട്, നിരീശ്വരവാദികൾ. ദൈവമില്ലെന്ന് അവരെ കുറിച്ചല്ല പറയുന്നത്. വിശ്വാസികൾ എന്ന് കൂട്ടുന്ന മാമോദീസ മുങ്ങിയ യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഇടയിൽ നമ്മളിൽ ഏത് ടൈപ്പാണെന്ന് കേട്ടോ. 16-4 ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തെരയുന്ന ഒരു വിശ്വാസികൾ യേശു പഠിപ്പിച്ചു. അടയാളം തെരയുന്ന വിശ്വാസികൾ അവർ യേശുവിന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കാം, ഞങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും അടയാളം കാണിക്കണം. പറഞ്ഞ ഹല്ലേലൂയ.
ഇങ്ങനെ പറയാം, ഇച്ചിരി ഉറക്കെ പറയണം. ഹല്ലേലൂയ. ചില ടൈം ആളുകൾ ഇങ്ങനെയാണ്, ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷെ ഒരു കാര്യം, എന്താ അടയാളം? അത്ഭുതം അടയാളം കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വാസ ജീവിതമായിട്ട് മുന്നോട്ട് പോകണോ? ആള് ഓടണോ? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണോ? ഇടയ്ക്കിടയ്ക്ക് അടയാളം കണ്ടുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് അടയാളം കണ്ടില്ല എങ്കിൽ വിശ്വസിക്കില്ല. അടയാളം കാണുന്നതിലേക്ക് ഓടിക്കൊണ്ടിരിക്കും. മനസ്സിലാക്കണോ? അടയാളം കാണുന്ന സ്ഥലത്ത് അയ്യോ ഇവിടെ ഭയങ്കര സംഭവട്ടോ, അത് മുക്കിന് വെള്ളം കൊടുത്താലും വേണ്ടില്ല, മന്ത്രവാദി ചരക്ക് കിട്ടിയാലും വേണ്ടില്ല, എന്നെ കാട്ടിലും വേണ്ടില്ല. എവിടെ അടയാളം നടക്കുന്നോ അങ്ങോട്ട് പോകും. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അടയാളം കാണിക്കണം. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അടയാളം കണ്ട ആർക്കെങ്കിലും വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തി. അവരും അവരുടെ ഭാര്യമാരും എല്ലാം കൂടെ 10-20 ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും അടയാളം കണ്ടില്ലേ? കാൽവരി ക്രൂസിന്റെ വീട്ടിൽ എത്ര ഉണ്ടായിരുന്നു? ലാസറിനെ ഉയർപ്പിച്ചത് എത്ര ആയിരക്കണക്കിന് ആളുകൾ അറിഞ്ഞു? കാൽവരി ക്രൂസിന്റെ വീട്ടിൽ എത്ര ഉണ്ടായിരുന്നു? കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് എത്ര ആളുകൾ കണ്ടു? കാനാവിലെ കല്യാണ ഭവനത്തിലെ അത്ഭുതം എത്ര എണ്ണം കണ്ടു? യേശു ക്രിസ്തു ചെയ്ത അടയാളങ്ങൾ കണ്ട മനുഷ്യർ എന്തോരമുണ്ട്? കാൽവരി ക്രൂസിൽ എത്ര പേരുണ്ടായിരുന്നു? അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, അടയാളം കണ്ടതുകൊണ്ട് ആരെ പിൻപറ്റാൻ പറ്റില്ല? യേശുവിനെ പിൻപറ്റാൻ പറ്റില്ല. അടയാളം കണ്ടതുകൊണ്ട് മകനെ മകളെ നിനക്ക് ദൈവരാജ്യ വിശ്വാസത്തിൽ എത്താൻ പറ്റില്ല. ഈ പുസ്തകം നമ്മൾ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പറയരുത് ഇന്ന അടയാളം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആരുടെ ജീവിതത്തിൽ അടയാളം ഉണ്ടാകാതെ? ബോംബെക്ക് വരുന്നതിന് മുമ്പ് നാട്ടിൽ എന്തോരം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബോംബെയിൽ വന്നേ പിന്നെ ചില അടയാളങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ? ഒരു കുഞ്ഞിക്കാലം കാണാൻ, ഒരു ജോലി കിട്ടാൻ, കൊച്ചുങ്ങളെ പരീക്ഷ ജയിക്കാൻ, രോഗം മാറാൻ, എന്തെല്ലാം തരത്തിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു അതൊക്കെ അങ്ങനെ. ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണങ്ങൾ പറയാനല്ല വന്നത്, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ ഒരിക്കലും ഒരു പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കസേര ഞാൻ പള്ളിയിൽ ചെന്ന് കുറച്ച് സമയം ഇങ്ങനെ പ്രാർത്ഥിക്കുക. പെട്ടെന്ന് ഇച്ചിരി പഴയൊരു ഇതാട്ടോ, അപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ പറഞ്ഞ ആരെയും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ പള്ളിയുടെ ഇപ്പുറത്തെ സൈഡിൽ ഈ ബാബയുടെ കവറിന്റെ മുമ്പിൽ നിന്ന് ഒരു കരച്ചിൽ കിട്ടും. ഞാൻ അവരെ കണ്ണു തുറന്നു. അപ്പൊ ഒരാളെ കവന്നെടുത്ത് പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ അയ്യോ, ഞാൻ പറഞ്ഞ പള്ളി കൊള്ളാലോ, കവറിന്റെ മുമ്പിൽ വന്നിട്ട് കവന്നെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. കുറച്ചേരം കഴിഞ്ഞ് ഈ പ്രാർത്ഥന നിൽക്കുന്നില്ല. അപ്പൊ ഞാൻ സൂക്ഷിച്ചു നോക്കി. അപ്പൊ പുള്ളി എന്തൊക്കെയോ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അയ്യോ യേശുവേ ദൈവമേ ബാബ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഒരു അപകടത്തിൽ നിന്ന് വന്ന ആളാണ്. കാരണം ഞങ്ങളുടെ അവിടെ ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ അതിന്റെ മുകളിൽ കൂടി ജാക്കറ്റ് കിട്ടും, കണ്ടിട്ടുണ്ട് അങ്ങനെ, അതൊക്കെ കീറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വലിയ അടുത്ത് ചോദിച്ചു, എന്നെ പറ്റിയേ? അയ്യോ അച്ഛനോട് ഉണ്ടായിരുന്നു. എന്റെ അച്ഛാ എന്റെ ദൈവം എന്നെ രക്ഷിച്ചു, അത്ഭുതകരമായി ദൈവം എന്നിൽ ഇടപെട്ടു. എന്നെ പറ്റി എന്റെ അച്ഛൻ, ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഇറങ്ങാൻ ഇച്ചിരി വൈകിപ്പോയി. നല്ല സ്പീഡിൽ വന്ന് നമ്മുടെ പള്ളിയുടെ താഴെ ഇപ്പുറത്തെ വളവില്ലേ, ആ വളവും കൊണ്ട് വളഞ്ഞുകൊണ്ട് വരുമ്പോൾ ഒരു ലോറി ഓപ്പോസിറ്റ് പെട്ടെന്ന് കണ്ടത് ഒറ്റ സ്റ്റൗട്ട് ബ്രേക്ക് ബൈക്കിന്റെ. വണ്ടി അങ്ങോട്ട് സ്പീഡായി, വണ്ടി അങ്ങോട്ട് തെറിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തെറിച്ചുകൊണ്ട്. അച്ഛാ ഞാൻ കാണുന്ന കാഴ്ച എന്തെന്ന് അറിയൂ? എന്റെ അച്ഛാ ലോറിയുടെ മുമ്പിൽ ടയറില്ലേ, ആ ടയറും എന്റെ കഴുത്തും തമ്മിൽ ഒരു മുടി ഇഴയുടെ ദൂരം വ്യത്യാസമില്ല. വണ്ടിയുടെ ചൂടും ടയറിന്റെ മണം എല്ലാം കൂടെ ദൈവത്തിന്റെ വലിയ കരുണ കൊണ്ട്, ഓ എന്റെ ദൈവം ആ വണ്ടി ഇവിടെ തടഞ്ഞു നിർത്തി, എന്റെ അച്ഛാ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് കരയുകയാണ്. ഭയങ്കര വിശ്വാസം ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു അപ്പൊ ചെറുത്തോട്ട് പറയണം. അപ്പൊ ഞങ്ങളിങ്ങനെ അപ്പൊ ഞങ്ങളിങ്ങനെ വലിയ സന്തോഷത്തോടെ അപ്പൊ വലിയ വിശ്വാസത്തോടെ പറഞ്ഞു, അച്ഛാ എന്റെ ദൈവം കാത്ത് കൃത്യസമയത്ത് കൈ വെച്ചു ഇങ്ങനത്തെ പറഞ്ഞു. ഞാൻ അവരുടെ കുറച്ച് പ്രാർത്ഥിച്ചു, ജോലിക്ക് പോകണം, ഇന്ന് പോകണില്ല, ഈ വീട്ടിൽ പോയി ഭാര്യയോടും അമ്മയോടൊക്കെ കാര്യങ്ങൾ പറയണം. ഓക്കെ, അവൻ പോയി. വൈകുന്നേരം അവൻ വീണ്ടും വന്നു. വൈകുന്നേരം കുറച്ച് ചെറുപ്പക്കാർ പിള്ളേരൊക്കെ പള്ളിയിൽ വരും. അപ്പൊ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ പോകുമ്പോൾ ഞാൻ പറയണ ഇവൻ ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു അടയാളം ഉണ്ടായി. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു അത് പറയാൻ പറഞ്ഞു. പുള്ളി അത് പറഞ്ഞു. ചെറുപ്പക്കാരെല്ലാം കർത്താവിന് സ്തോത്രം. പിറ്റേ ദിവസം കുർബാന കഴിയുമ്പോൾ സമാജം കൂടിയപ്പോൾ ഞാൻ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ചേച്ചിമാരോട് ഒന്ന് പറയാൻ പറഞ്ഞു. ചേച്ചിമാർ ഇത് കേട്ടിട്ട് കരഞ്ഞു, ഭയങ്കര സന്തോഷം, ദൈവം തൊട്ടു. ഓക്കെ, പിറ്റേ ആഴ്ച വൈകുന്നേരം ഞങ്ങളിങ്ങനെ കൂടിയിരിക്കുന്നു. ഇവരും വന്നു. അപ്പൊ 2-3 പേര് പുതിയത് വേറെ. അപ്പൊ ഞാൻ പറഞ്ഞു എടാ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച സംഭവം ഒന്ന് പറ. പുള്ളി വീണ്ടും പറഞ്ഞു. ഞാനിങ്ങനെ വരുമ്പോൾ ഇതേ സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു. അവൻ എന്റെ മുഖത്തേക്ക് വരുന്നു, പക്ഷേ അച്ഛാ ഈ പക്ഷേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചെന്താ? പക്ഷെ അച്ഛാ ഇനി ഇത് ചേച്ചിമാർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാമില്ല, വണ്ടി ഓടിക്കുന്നവർക്ക് മനസ്സിലാവും, ഇച്ചിരി പഴയ ആളുകളാണ് ഇപ്പോൾ നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ അച്ഛാ ആ വണ്ടി ഉണ്ടല്ലോ ലെയ്ലാൻഡ് കമ്പനിയുടെ ലോറി ഉണ്ടോ, ലെയ്ലാൻഡ് കമ്പനി. അതിന്റെ പ്രത്യേകത അറിയുമോ? അതിന്റെ ബ്രേക്ക് എയർ ബ്രേക്കാണ്, ചവിട്ടും. മറ്റത് ബെൻസിൽ എന്താ ഓയിൽ ബ്രേക്കാണ്. ഇവിടെ ചവിട്ടിയിൽ അവിടെ പോകുന്നത്. ഇത് ലെയ്ലാൻഡ് വണ്ടിയാണ്, ചവിട്ടെടുത്തു. പിന്നെ ഓടിച്ചാരെന്നറിയും നമ്മുടെ നാഗരാജൻ 13-ാമത്തെ വയസ്സിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയതാണ്. നാഗരാജൻ എവിടെ ചവിട്ടിയാൽ അവിടെ
വണ്ടി നിർത്തും. നാഗരാജൻ ഓടിച്ചതുകൊണ്ടും ലൈലേജ് കമ്പനിയുടെ വണ്ടി ആയതുകൊണ്ടും ഇപ്പൊ ആരെ രക്ഷപ്പെടുത്തിയ കഴിഞ്ഞ ആഴ്ച ഇത് നമ്മുടെ ജീവിതത്തിലും ഇല്ലേ? ഇവിടെ ഇരുന്ന് ആലോചിച്ചു, ഇന്നലെ ദൈവം ഇടപെട്ടത് ഇന്ന് നീ എങ്ങനെ കണ്ടു? അടയാളം കണ്ടു. അവരെ യേശു വിളിക്കുന്ന പേരെന്താ അറിയോ? അവിശ്വാസി. അടുത്തത് ദോഷം, വ്യഭിചാരമുള്ള ജീവിതത്തിന്റെ ഉടമ. അവനൊന്നും യേശുവിനെ പിൻപറ്റിയില്ല. കാൽവരി ക്രൂശിന്റെ ചോട്ടിൽ ഇല്ലെന്നേ. അടയാളം കണ്ടവനും അടയാളം സ്വീകരിച്ചവനും അത്ഭുതം പ്രാപിച്ചവനും കാൽവരി ക്രൂശിന്റെ ചോട്ടിൽ ഇല്ല. അവരെ മുൻനിർത്തി യേശു പറഞ്ഞു അവിശ്വാസി. ഇനി നമ്മൾ ഇന്ന് ഹൃദയം കൊണ്ട് ഞാൻ ഇതിൽപ്പെടുന്ന ആളാണ്. ഒന്ന് കഴിഞ്ഞു. രണ്ടാമത് 5-ാമത് 16:5 നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അവിശ്വാസി. നമ്മളൊന്നൊരു പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ അങ്ങനെയൊന്നും പറയരുത്. മത്തായി 7 പറയുകയാണ്, ഞങ്ങൾ നിന്റെ നാമത്തിൽ എന്തൊരു അത്ഭുതം ചെയ്തെന്നറിയൂ. പിശാചുകളെ ബഹിഷ്കരിച്ചു, രോഗങ്ങളെ സുഖപ്പെടുത്തി, അത് ചെയ്തു, ഇത് ചെയ്തു. യേശു പറഞ്ഞത് ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചെന്ന് വരും, അത്ഭുതം അടയാളം ചെയ്തെന്ന് പറയും, ഞങ്ങളെ അറിയുന്നില്ല. ഒന്ന് ഏതാ പറഞ്ഞേ? അടയാളം വേണം തോന്നുന്ന വിശ്വാസം. രണ്ടാമത്തെ കേട്ടോ, മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുന്നു. 16:6 എന്നാൽ യേശു അവരോട് നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിമാവിനെ സൂക്ഷിക്കുക. പുളിമാവിനെ സൂക്ഷിക്കാൻ പറയാൻ രണ്ടാമത്തെ ടൈപ്പ് വിശ്വാസികളാണ് പുളിമാവ് വിശ്വാസികൾ. അതെന്താണ്? 16:12 അങ്ങനെ അപ്പത്തിന്റെ പുളിമാവിനെ കുറിച്ച് അല്ലെന്നേ. നമുക്ക് ഈ പുളിമാവ് പറഞ്ഞ ദോശ കൊടുത്ത പുളിമാവിനാണ്, അതല്ല പറഞ്ഞത്. അതാണ് ഈ ശിഷ്യന്മാർ വിചാരിച്ചത്. ഏതാ അപ്പം എടുക്കാത്തത് കൊണ്ടാണോ, നമ്മൾ അപ്പമൊക്കെ വർദ്ധിപ്പിച്ചതുകൊണ്ട് അക്കരയ്ക്ക് വന്നിട്ട് സമയത്ത് കഴിക്കാനുള്ള അപ്പം എടുക്കാത്തതുകൊണ്ടാണോ കർത്താവ് പറഞ്ഞത്? അവരതാ മനസ്സിലാക്കിയത്. യേശു പറഞ്ഞു അപ്പത്തിന്റെ പുളിമാവ് അല്ലേ, പിന്നെ എന്താ? പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശം. അവരുടെ ഒരു വിശ്വാസം, പുളിമാവ് വിശ്വാസം. അതെന്താ സാധനം കേട്ടോ? പുളിമാവ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ദോശയൊക്കെ ഉണ്ടാക്കി നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്കിപ്പം ഒരു പാത്രത്തിനകത്ത് ഒരു അരപ്പാത്രം യഥാർത്ഥ മാവുണ്ട്, പുളിക്കാത്ത മാവുണ്ടെന്ന് വിചാരിക്കുക. അത് പുളിച്ച് കഴിയുമ്പോൾ എന്തോരുണ്ടാവും? അങ്ങോട്ട് പെരും. സത്യത്തിൽ എന്തോരുണ്ട്? ശരിയുള്ളൂ. അതങ്ങോട്ട് പുളിപ്പിട്ടങ്ങോട്ട് കയറ്റി പിടിച്ച് ഇങ്ങനത്തെ കുറെ വിശ്വാസികൾ. വിശ്വാസം എന്ന് പറയുന്ന സാധനം ശരിയൊക്കെ ഉണ്ടാവും. അതങ്ങോട്ട് നാട്ടുകാരെ കാണിച്ച്, വീട്ടുകാരെ കാണിച്ചെന്ന, അയൽവക്കക്കാരെ കാണിച്ച്, ചുറ്റുപാടുകളെ കാണിച്ച് പെരുപ്പിച്ച് നിൽക്കുന്ന വിശ്വാസികൾ. അങ്ങനത്തെ കുറെ വിശ്വാസികൾ. സത്യത്തിൽ ഇവന്റെ ഉള്ളിൽ ഈ സാധനം ഉണ്ടാവില്ല. ചെറിയൊരു അംശം ഇവിടുന്ന് തട്ടിയിട്ടുണ്ട്. ഇതങ്ങോട്ട് പൊലിപ്പിച്ചെടുക്കും. ഞാനാരാന്നറിയും? വെള്ളിയാഴ്ച ഉപവാസം എടുക്കും, ബുധനാഴ്ച ഉപവാസം എടുക്കും, എല്ലാ ഞായറാഴ്ചയും കുർബാന സ്വീകരിക്കും, എല്ലാ കൊല്ലവും പരമദർശനം നടത്തും, എല്ലാ വഴിപാടും കൃത്യമായിട്ട് ചെയ്യും. നല്ലത്. എന്നിട്ട് അത് ചെയ്യാത്തവന്റെ നേരം നോക്കിയിട്ട് ഇവനെ എന്തിനുള്ള ഈ ഒരു ഭാവമാണല്ലോ. അതാരാ? യാക്കോബുകാരനാ. പള്ളിയിലൊന്നും പോകില്ലെന്നേ. ഞാൻ പള്ളി. അവരോ നോമ്പൊന്നും നോക്കൂലെന്നേ. ഞങ്ങളുടെ കുടുംബത്തിൽ നോമ്പ് കൃത്യമായിട്ടുണ്ട് കേട്ടോ. എല്ലാ നോമ്പും ഞങ്ങൾ നോക്കും. അവരോ ദുഃഖ വെള്ളിയാഴ്ച പോലെ ഇറച്ചി വാങ്ങുന്ന ആൾക്കാരാണ്. എന്തിനു കൊള്ളാം. ഇങ്ങനെ മറ്റുള്ളവർ